അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകനോടൊപ്പം ഇരിക്കുന്ന ഒരു സദസ്സിൽ ഉണ്ടായ ഒരനുഭവം വിശദീകരിക്കുന്നുണ്ട്. കുറച്ച് ദീർഘമേറിയ ഒരു അനുഭവ വിശദീകരണമാണ്. ഒരു വിദ്യാർത്ഥി, ഒരു അധ്യാപകൻ, ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ, ഇതൊക്കെയാണ് അതിലെ മൊത്തത്തിലുള്ള വിഷയം. അതിൽ ആ വിദ്യാർത്ഥി വന്ന് നബിയോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: നന്മയെക്കുറിച്ച് നീ എനിക്ക് പറഞ്ഞു തരിക. വമൽ ഇഹ്സാൻ, എന്താണ് ഇഹ്സാൻ എന്ന്. അപ്പോൾ നബി അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്: അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നീ അള്ളാഹുവിനെ ആരാധിക്കുക എന്നതാണ്, അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുക എന്നതാണ്. അപ്പോൾ നിന്റെ ഒരു ഭാവം ഉണ്ടായിരിക്കേണ്ടത്, നീ അള്ളാഹുവിനെ നേർക്ക് നേരെ നിന്റെ കണ്ണുകൾ കൊണ്ട് കാണുന്നുണ്ട് എന്ന ബോധ്യത്തിലായിരിക്കണം, ആ ഭാവത്തിലായിരിക്കണം നീ എപ്പോഴും നിന്റെ ജീവിതത്തെ കൊണ്ട് നടക്കേണ്ടത്. ഫ ഇല്ലം തക്കുൻ തറാഹു, നീ അദ്ദേഹത്തിനെ കാണുന്നില്ലെങ്കിൽ പോലും ഫ ഇന്നഹു യറാഖ്, അവൻ എപ്പോഴും നിന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിന്നെ വീക്ഷിക്കുവാൻ, നിന്റെ ചലനങ്ങൾ നിരീക്ഷിക്കുവാൻ, നിന്നെ കൃത്യമായി നിന്നെ പിന്തുടരുവാൻ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരാളുണ്ട് എന്ന ബോധ്യത്തിലായിരിക്കണം നീ നിന്റെ ജീവിതത്തെ കരുപിടിപ്പിക്കേണ്ടത്. അപ്പോൾ ജീവിതം എപ്പോഴും സൂക്ഷ്മമായിരിക്കും. ഒരു അനാവശ്യമായ ഒരു അകൃത്യത്തിലേക്ക് നമ്മൾ വഴിപ്പെട്ടു പോവുകയില്ല. അങ്ങനെ വന്നാൽ ജീവിതം ധന്യമാണ്. ധന്യമായ ജീവിതത്തിന് സൗഭാഗ്യമാണ്, സ്വർഗമാണ് പ്രതിഫലം. റബ്ബ് സുബ്ഹാൻ സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന സച്ചരിതരിൽ സ്വർഗം നേടാൻ, സ്വർഗം ലഭ്യമാകാൻ അവസരം ലഭിക്കുന്ന സൗഭാഗ്യശാലികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.